ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ റോസ് നിറത്തിലുള്ള ചെടി അങ്ങേ അറ്റം വരെ നല്ല ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോഴിമക്കളൊക്കെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ള കാര്യം, ചില വീട്ടമ്മമാരും അതുപോലെ തന്നെ ജോലിക്കാരായിട്ടുള്ള സ്ത്രീകളാണ് അവരും പറയാറുണ്ട്, ജോലികൾ അവരുടെ വീട്ടുജോലികൾ പെട്ടെന്ന് തീരുന്നില്ല. അപ്പോൾ ചിലരെ നമ്മൾ നോക്കുമ്പോൾ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ട് കുറേ ടൈം ഇരിക്കുന്നതൊക്കെ കാണാനും പറ്റുന്നുണ്ട്. പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല എന്ന് അങ്ങനെയുള്ള തോന്നലുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. വൈറ്റും ലൈറ്റ് വയലറ്റും ആയിരുന്നു നമ്മുടെ വീട്ടിൽ ആ പൂക്കൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അനിയത്തിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് പിങ്ക് കളറും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചില വീട്ടമ്മമാരുണ്ട്, വൈകിയേ അവർ എഴുന്നേൽക്കൂ. വൈകി എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ആകെപ്പാടെ ഒരു നെട്ടോട്ടാണ്. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു ജോലി, അങ്ങനെ കൃത്യസമയത്ത് നമുക്ക് ചെയ്തു തീർക്കാനും കഴിയില്ല. എല്ലാം കൊണ്ടും നമ്മളെന്താ പറയുക, ഓടിക്കിതച്ച വണ്ടി പോലെയായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതിരിക്കാനായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഒരു പ്ലാനിങ് ഇല്ലാതെ വൈകി അങ്ങോട്ട് എഴുന്നേറ്റ് ഇനി എവിടെ നിന്ന് തുടങ്ങണം, എന്തെന്ന് തുടങ്ങണം എന്ന് വിചാരിച്ചും കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം ഉറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. നാളെ നമ്മൾ എന്താണ് കറി വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ നിന്ന് ചിന്തിച്ച് നമ്മുടെ ടൈം ഒട്ടും തന്നെ കളയാനായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് നല്ല ഇഷ്ടമായിരിക്കും, പക്ഷേ ക്ലീനിങ് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. ചിലർക്ക് തിരിച്ചുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കും. പക്ഷെ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴും മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മടി തോന്നിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ജോലി നമ്മൾ ഫസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ജോലി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് ഫ്രീ ആയി. കാരണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് മടിയാണെന്ന് തോന്നുന്ന കുക്കിംഗ് ആണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കഴിച്ചു വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫിഷൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തും കഴിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ ഉള്ളി അതുപോലെ ഇഞ്ചി ഇതൊക്കെ തൊലി കളഞ്ഞും കഴിഞ്ഞ് ചെപ്പിലാക്കി വെക്കുക. അല്ലെങ്കിൽ അതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറികളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് കാച്ചിയെടുക്കാനായിട്ട് ആ നേരത്ത് ഉള്ളി തൊലി പൊളിക്കാനും മറ്റൊന്നും പോകേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്, നാളെ സാമ്പാറാണ് അല്ലെങ്കിൽ നാളെ കൂർക്കയാണ്, പയറാണ് എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ തലേ ദിവസം തന്നെ നമ്മളതൊക്കെ, പയറാണെങ്കിൽ അത് ഒക്കെ ഉരിഞ്ഞ് ഒരു ബോക്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. സാമ്പാറിനാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി, അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഇനി അത് ഉണ്ടാക്കല്ലേ വേണ്ടൂ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ നമ്മുടെ ജോലികൾ എളുപ്പം കഴിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമാണ് നമ്മുടെ കിച്ചണിൽ നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് വെക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ നമ്മുടെ വീട്ടിൽ എത്രമാത്രം പാത്രം ഉണ്ടോ അത് മുഴുവൻ കിച്ചണിൽ നമ്മുടെ കൈയെത്തുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ, നമ്മളൊരു കയ്യിലെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കയ്യിലെടുക്കണോ ആ കയ്യിലെടുക്കണോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇളക്കാൻ ഒരു കയ്യിലെടുക്കും പിന്നെ മറ്റേ കയ്യിലെടുക്കും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പാത്രങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏതൊക്കെയാണോ പാചകത്തിനും അതുപോലെ തന്നെ നമ്മൾ കഴിക്കാനൊക്കെ എടുക്കുന്നോ അതുമാത്രം നമ്മൾ പുറത്തേക്ക് വയ്ക്കുക. ഇനി കുറച്ച് ദിവസം അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം ആ പാത്രങ്ങൾ മാറ്റി വെച്ചിട്ട് ഇനി നിങ്ങൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങൾ എടുക്കാം. അങ്ങനെ നമ്മൾ മാറ്റിയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അല്ലാതെ എല്ലാം കൂടി നമ്മൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു തലവേദനയാണ്. കാരണം കുക്കിങ്ങിന്
കുപ്പിയായാലും നമ്മളറിയാതെ ഓരോരോ ചട്ടുകങ്ങളും കാര്യങ്ങളും മാറി മാറി ഉപയോഗിക്കും. സ്പൂണുകളായാലും അങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മളെടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി കഴുകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് രമേശേൻ്റെ ചേച്ചി അതുപോലെ ചേട്ടനും പിന്നെ മരുമോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന് ഇടിയൻ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചേട്ടൻ അത് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അവർ വന്നതുകൊണ്ടുള്ള പാചക തിരക്കുകളാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചതൊക്കെ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെയാണ് ഞാൻ റെഡിയാക്കിയത്. അങ്ങനെ വൈകിട്ടാണ് അവർ തിരിച്ചു പോയത് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടന് ഓഫീസ് വിട്ട് വന്നതിന് ശേഷം അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇവരുടെ മകൻ്റെ കോട്ടയത്തുള്ള കല്യാണമൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ മരുമകൾ ഇറ്റലിയിൽ നേഴ്സായിട്ടുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും, എല്ലാവർക്കും പരിചയമായിരിക്കുമല്ലോ. അപ്പോൾ അവരെയാണ് കേട്ടോ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയത്. ഇനി കാണിക്കുന്നത് ആ തോട്ടത്തിലെ വിശേഷങ്ങളാണ്. കുഞ്ഞു വഴുതന തൈകളാണെങ്കിലും എല്ലാം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും രജനിക്കും രാഗിക്കൊക്കെ വളരെ സന്തോഷമായിട്ടാണ്. കാരണം നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ നിലത്തുനിന്ന് പൊന്തുന്നേ ഉള്ളൂ, പക്ഷേ നിറയെ പൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടു ജോലികളൊക്കെ കഴിച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുറത്ത് പോയി അധ്വാനിക്കാനോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകാനോ, ഓഫീസ് ജോലിയോ ടീച്ചർ ജോലിയോ വക്കീലോ എന്തും ആവട്ടെ, അതിനൊക്കെ നമ്മളൊരു ടൈം കണ്ടെത്താനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടു ജോലികൾ പെട്ടെന്ന് നമ്മൾ കഴിച്ചു വെച്ച് ഫ്രീ ആവണം അല്ലേ. അങ്ങനെയാണെങ്കിലാണ് കൃത്യസമയത്ത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരിക്കലും വൈകി പോകരുത് അല്ലേ. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് പ്ലാൻ ചെയ്ത് ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് വേണം നമുക്ക് ഫ്രീ ആയി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് കേട്ടോ. ഞങ്ങൾ കൊള്ളിത്തടത്തിൽ പയറും നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചേശ്ശെ പയറൊക്കെ വന്നിട്ടുണ്ട്. കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് വേണം മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നനച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ കുറച്ച് വഴുതനങ്ങയും അതുപോലെ കൊള്ളിയും പയറും പിന്നെ പച്ചമുളകൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൗകര്യാർത്ഥം വന്ന് നനയ്ക്കുകയാണ് നമ്മൾ ചെയ്യാറ്. അതുപോലെ തന്നെ ഒഴിവുള്ളപ്പോൾ വന്ന് പുല്ലൊക്കെ പറിക്കും. അപ്പോൾ ഇത് കൊള്ളിക്കിഴങ്ങാണ് കേട്ടോ. ഞങ്ങൾ തന്നെ വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ വലിച്ചു പറിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഊരി അങ്ങോട്ട് എടുത്തപ്പോൾ കൊള്ളിക്കിഴങ്ങ് കിട്ടി. അപ്പോൾ കടിച്ച് തിന്നാനായിട്ടൊരു നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയുള്ള വീട്ടിൽ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. എന്തൊരു കാര്യമായിട്ടാണെന്നറിയോ, നമ്മുടെ ഇഷ്ടിക കഷ്ണം എടുത്തും കഴിഞ്ഞ് തല്ലി പൊട്ടിച്ച് ഉരച്ചും കഴിഞ്ഞിട്ട് പൊടിയാക്കി മുളക് പൊടി എങ്ങാണ്ടാണ് ആക്കുന്നത്. അങ്ങനെയൊക്കെ കുട്ടികൾ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ ഇത് പിഷാരത്ത് വീടാണ്. അപ്പോൾ ഇവരാണെങ്കിൽ സുമച്ചേച്ചിയും ഈ ചേച്ചിയൊക്കെയാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള 2 ക്ഷേത്രങ്ങളിലേക്കും മാലയൊക്കെ കെട്ടുന്നത്. ഈ 2 ക്ഷേത്രം കൂടാതെ അകലയിൽ നിന്നൊക്കെ ഇവർക്ക് ഓർഡർ വരും. അപ്പോൾ ഉത്സവ സീസണൊക്കെ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ നിറമാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാലകളൊക്കെ ഇവരാണ് കെട്ടുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെത്തിപ്പൂ തുളസിയൊക്കെ ഇവർ പറിക്കാനായിട്ട് വരാറുണ്ട് കേട്ടോ. ഇവർ കെട്ടിയ മാലകളൊക്കെയാണ് വിഗ്രഹത്തിൽ ചാർത്തുകയും അതുപോലെ തന്നെ പുറത്ത് അലങ്കരിച്ചൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയും ഒരു ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മാല കെട്ടിയിടാൻ ഇവർക്ക് കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ തോട്ടമൊക്കെ നനച്ചും കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നാളെ കാണാം.